അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്നിതാ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളി ഐറ്റംസാണ് റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണോ ഇത്രയും ഐറ്റംസ് റെഡിയാക്കിയെന്ന് തോന്നിപ്പോവും. അത് മാത്രമല്ല ഒട്ടും ചിലവ് വരാത്ത രീതിയിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന 5 ഐഡിയാസ് ആട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ ഫസ്റ്റത്തെ ഐഡിയ നോക്കിയാലോ. അതിനായിട്ട് ഇതാ കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഈ ബോക്സിൻ്റെ ഈ 3 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ ബോക്സ് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ വൈറ്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലത്തെ പല കളേഴ്സിലും അതേപോലെ ഡിസൈൻസിലും ഈ ഷീറ്റ് അവൈലബിൾ ആട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് ക്ലോത്ത് വെച്ചിട്ടും ബോക്സ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്താൽ മതി. കവർ ചെയ്യുമ്പോൾ ഷീറ്റ് ആയാലും ക്ലോത്ത് ആയാലും വലിച്ചു പിടിച്ചിട്ട് ചുളിവൊന്നും വരാത്ത രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കുക. ഇനി ഇതാ ഞാൻ ജൂഡ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ജൂഡ് ത്രെഡിനെ 3 പീസ് ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ മുടിയൊക്കെ പിന്നിട്ട് വെക്കൂലേ, അതേപോലെ ഒന്ന് പിന്നിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ജൂഡ് ത്രെഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ഏത് തരം ത്രെഡാണുള്ളത് അതെടുക്കുക കേട്ടോ. പിന്നെ ഇതാ പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിന് 2 അറ്റം ഉണ്ടല്ലോ, ആ 2 അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കുമ്പോൾ അതിൻ്റെ മിഡിലാണോ നോക്കിയിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ത്രെഡ് വെച്ച് നോക്കുക. എന്നിട്ട് കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായി ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ നേരെ താഴെ ഭാഗത്തിന് ഒരു ബട്ടണും കൂടി ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബട്ടണൊക്കെ ഒട്ടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിൽ കൂടിയല്ലേ നമ്മൾ ത്രെഡ് ഒട്ടിച്ചത്, അതിന് പകരമായിട്ട് മുകളിൽ കൂടി വേണമെങ്കിലും ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിതാ ഒരു എഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഈ എഗ് ട്രേനെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതൊരു ഫുള്ളായിട്ട് വേണ്ട കേട്ടോ. ഫുള്ളായിട്ട് വേണമെന്നുള്ളവർക്ക് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. എനിക്കിപ്പോൾ ഇത് ഫുള്ളായിട്ട് വേണ്ട. നമുക്ക് എത്രയാണോ ആവശ്യം, നമ്മുടെ ബോക്സ് എത്രയാണോ വലുത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതാ നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇത് വെച്ച് കൊടുക്കുന്നതിൻ്റെ മുൻപായിട്ട് താഴെ ഭാഗത്തൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ എന്താ പറയുക, ഈ എഗ് ട്രേ പിന്നെ അനങ്ങില്ല കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ ഞാൻ ഭാഗം മാറ്റി വെച്ചില്ലേ, ആ ഭാഗത്തേക്ക് ഇതേപോലെ റോളും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ റോളും വൈറ്റ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്കിത് ഫോയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്ന റോളില്ലേ, അത് കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതാ കുറച്ച് ബാംഗിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണെന്ന്. അപ്പോൾ അതേപോലെ കുറച്ച് ബാംഗിൾസ് ഇട്ട് കൊടുക്കുക. അതേപോലെ ഈ എഗ് ട്രേൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെന്താ, ഈ എഗ് ട്രേക്ക് വൈറ്റ് പെയിൻറ്റും കൂടി കൊടുക്കുകയാണെങ്കിൽ സംഭവം പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തില്ല, വലിയ വൃത്തിയോടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാഞ്ഞത്. അപ്പോൾ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുക. പിന്നെ ബോക്സ് ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ഏത് തീമാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എഗ് ട്രേൻ്റെയും ഈ റോളിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള ഈ റോളുണ്ടല്ലോ അതിൻ്റെയൊക്കെ കളർ മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതാ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ പുറത്തുനിന്ന് വെറുതെ കാശ് കൊടുത്ത് വാങ്ങാതെ വീട്ടിൽ കളയാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് നല്ലതല്ലേ. പിന്നെ കുട്ടികൾക്കുള്ള ബോക്സാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്താ പറയുക, ഈ പ്ലെയിൻ ഞാനിപ്പോൾ വൈറ്റ് ഷീറ്റ് വെച്ചിട്ടല്ലേ ചെയ്തത്, അതിൻ്റെ മുകളിലായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ബാർബിൻ്റെ പിക്ചേഴ്സോ അല്ലെങ്കിൽ ഏതാണോ അവർക്ക് ഇഷ്ടം അതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അത് മാത്രമല്ല അവരുടെ സാധനങ്ങൾ എടുത്ത് വെക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഐഡിയ നോക്കിയാലോ. അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പം ഞാനിതാ അതിന് വേണ്ടിയിട്ട് ടിൻ ക്യാനാണ് എടുത്തത്. പിന്നെ കുറച്ച് ചരൽ വേണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലത്തെ കല്ലുകളൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ മുറ്റത്ത് പോയാൽ നമുക്ക് കിട്ടുമല്ലോ, വീടിൻ്റെ മുറ്റത്ത് പോയാൽ. പിന്നെ മിക്ക വീട്ടിലും ബേബി മെറ്റൽസൊക്കെ ഇടുന്നവരല്ലേ, അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് കുറച്ച് പെറുക്കി കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്താ പറയുക, പുറത്തുനിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കിയിട്ട് തന്നെ ഒട്ടിക്കുക കേട്ടോ. ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ഒട്ടൂല കേട്ടോ. പിന്നെ ഒട്ടിക്കുമ്പോൾ ഗ്ലൂ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒട്ടിക്കുക. പിന്നെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കല്ലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. പിന്നെ നമുക്ക് കല്ലായതുകൊണ്ട് തന്നെ പല സൈസല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരേ സൈസിലുള്ള നോക്കിയിട്ട് ഒട്ടിക്കാം കേട്ടോ. അധികം വലിയ കല്ലും ഏറ്റവും ചെറിയ കല്ലും അങ്ങനെ ഒട്ടിക്കാതെ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കല്ലൊക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിക്കണം. ഞാനിതാ ഒരു ലെയറിൽ ഒട്ടിച്ചിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. പിന്നെ ഒട്ടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ എവിടെയെങ്കിലും നമുക്ക് എന്താ പറയുക, ഒട്ടിച്ചതിൻ്റെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ
അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ ഒരു നാര് പോലെ വരുമല്ലോ, അതപ്പം തന്നെ പറിച്ചു കൊടുക്കണേ. അല്ലെങ്കിൽ പിന്നെ സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ എന്താ സ്പ്രേ പെയിൻറ്റും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ല കിട്ടു ലുക്കായിട്ടുണ്ട്. അതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് അടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാർണിഷ് ഉണ്ടെങ്കിൽ അതടിച്ചു കൊടുത്താലും ആ ഒരു കല്ലിൻ്റെ ആ ലുക്ക് തന്നെ കിട്ടിക്കോളൂ കേട്ടോ. ഇനി ഇതിൽ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തതിന് നല്ലത് ഇതേപോലെ ഡ്രൈ ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് മാത്രം തന്നെ വെച്ചാലും നല്ല ഭംഗിയാട്ടോ. നമ്മൾ ഷോപ്പിലൊക്കെ പോയാൽ ഇതേപോലെ അടിപൊളി ഐറ്റംസ് കാണാറില്ലേ? ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കല്ലാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം, അടിപൊളിയല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്തതെന്ന് വെച്ചാൽ ഇതിലേറെ സിമ്പിളെന്ന് പറയുന്നതാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ബോട്ടിൽ തന്നെയാണ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് പെയിൻറ്റ് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇതാ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ബ്രഷ് ഉപയോഗിക്കാതെ സ്പഞ്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ പേപ്പറോ ഫോയിൽ പേപ്പറോ ചുരുട്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഈ ബോട്ടിലിൻ്റെ ഫുള്ളായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ ഒരു കോട്ടേ കൊടുക്കുന്നുള്ളേ. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ എവിടെയെങ്കിലും എന്താ പറയുക കട്ടി കുറവൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ലുക്കായിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് ചൂട് ത്രെഡും കൂടി ചുറ്റി കൊടുക്കുക. ഈ ത്രെഡ് ചുറ്റുന്നതിന് മുൻപായിട്ടൊന്ന് സ്പ്രേ പെയിൻറ്റും കൂടി കൊടുക്കുന്നുണ്ട്. സ്പ്രേ പെയിൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ പോലെ മൊത്തത്തിൽ അങ്ങനെ കൊടുക്കല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക, കുറച്ച് വിട്ട് പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിക്കുമ്പോൾ ചെറിയൊരു ഡോട്ട് ഡോട്ട് പോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ കേട്ടോ. അപ്പം ഞാൻ ആദ്യം ആയിരുന്നു കൊടുത്തത്. പിന്നെ എനിക്ക് അത്ര ആവാത്തത് കൊണ്ട് ഞാനത് ഗോൾഡൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ബോട്ടിൽ ഉണങ്ങിയതിന് ശേഷം ചൂട് ത്രെഡും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, അടിപൊളി ഐറ്റംസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വെറുതെ എന്താ പറയുക, ഒന്നെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയല്ല ചെയ്തത്. നമ്മുടെ കയ്യിൽ ഒരു പെയിൻറ്റും അതേപോലെ ഈ ഒരു എന്താ പറയുക ഗ്ലൂ ഗണ്ണും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇങ്ങനെ ഐഡിയാസ് വന്നോളൂ കേട്ടോ ചെയ്യാനുള്ള. അപ്പോൾ ആ ചൂട് ത്രെഡൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ത്രെഡിൻ്റെ മുകളിലായിട്ടൊരു നാര് പോലെ ഉണ്ടാവുമല്ലോ, അത് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഒരുക്കും കൂടി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ഒരു ബോട്ടിലൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടിട്ടുണ്ട്, കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ഫ്ലവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്ലവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു എന്താ പറയുക പിക്കിളിൻ്റെ ബോട്ടിലായിരുന്നു. അതിലും ഇതേപോലെ തന്നെ ചെയ്തതാണ്. പിന്നെ അതിനൊന്ന് വാർണിഷും കൂടി കൊടുത്തേ, അതാണ് ഈ ഒരു ഗ്ലേസിങ്. ഇതേപോലെ ഞാനൊരു കപ്പിൽ അതല്ലാതെ പിന്നെ ചട്ടിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ പിന്നെ നമുക്കൊരു ബ്ലാക്ക് തീമിലൊക്കെ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളിയല്ലേ. പിന്നെ നമ്മൾ കളയാനായിട്ട് വെച്ചിരിക്കുന്ന കപ്പൊക്കെ ആണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിലും നല്ല ഐഡിയ അല്ലേ. അപ്പോൾ നിങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്ന്, അടിപൊളിയാണോ എന്ന്. ഇനി അടുത്തതെന്ന് വെച്ചാൽ സിമ്പിളാണോ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല കേട്ടോ. സിമ്പിളാണെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയും സിമ്പിളാണോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബുക്കിൻ്റെ ചട്ടാണ് എടുക്കുന്നത്. അതിപ്പോൾ നോട്ട് ബുക്കായാലും ടെക്സ്റ്റ് ബുക്കായാലും ഏതായാലും മതി കേട്ടോ. ഇനിയിപ്പോൾ അത് രണ്ട് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ഞാനതിൻ്റെ മുകളിൽ ഒരു ലീഫാട്ടോ വരച്ചെടുക്കുന്നത്. ഈ ലീഫിലുള്ള ഒരുപാട് ഡെക്കർ ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവും, ചിലവർക്ക് വാങ്ങാൻ പറ്റാഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇനി വാങ്ങാൻ പറ്റാത്തവർ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അതുപോലെ ഒരു ചട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിതാ ആ ലീഫൊന്ന് ഇതിൻ്റെ മുകളിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയാൽ പിക്ചേഴ്സ് നോക്കിയാൽ അതിൽ കിട്ടും കേട്ടോ. അതിൽ നോക്കി വരയ്ക്കുക. സിമ്പിളായിട്ടുള്ള പിക്ചറാണ്, എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. എന്താ പറയുക, പ്രത്യേകിച്ച് വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതാ വരച്ചെടുത്ത് അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ ലീഫാകുമ്പോൾ വടി പോലെയല്ലല്ലോ ഉണ്ടാവുക, അങ്ങനെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ അല്ലേ, അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലൊരു ഭാഗം എന്നോട് കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട്, ആ ഉള്ളിലുള്ള സർക്കിളില്ലേ, ആ കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. ഇനിതാ വെയിൻസൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ സ്ട്രെയിറ്റിൽ കൊടുക്കാതെ ഇങ്ങനെ വളവ് തിരിവ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു ആ ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ ആ നാരൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബാംബോ സ്ക്വയർസ് വേണം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ബാക്ക് സൈഡിൽ ഒട്ടിക്കണേ.
അപ്പോൾ ഇതാ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറച്ച് പീസ് വേണം കേട്ടോ. ഞാനിതൊരു ഫ്ലവർ വേസിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതേപോലെ കുറച്ച് പീസ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ വേസിലാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതേപോലെ കുറച്ച് പീസ് കട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വോളിൽ സ്റ്റിക്ക് ചെയ്യാനാണെങ്കിൽ 1-2 പീസ് മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിമ്പിളല്ലേ. ഇനി ഇതിൽ കളറും കൂടി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടോ. അപ്പം ഗ്രീനും ഗോൾഡനും ആണ് കേട്ടോ കാണാറ്. ഗോൾഡനാണ് മിക്കവും കാണാറ്, ഗോൾഡനാണ്. ഗ്രീനിലും കാണാറുണ്ട്. അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് ഗോൾഡനാണ്. ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സ്പ്രേ പെയിൻറ്റും കൂടി കൊടുത്തപ്പോൾ അടിപൊളി ലുക്കായിട്ടുണ്ട്. അതേ ഒരു ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക. വോളിൽ സ്റ്റിക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യുക, അല്ലാത്തവർക്ക് ഇതാ ഞാനൊരു ഫ്ലവർ വേസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണും സ്പ്രേ പെയിൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കാണുന്ന ഡെക്കറേറ്റുമൊക്കെ നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ. ചിലപ്പോൾ നമ്മളത് കളയാൻ വെച്ച സാധനമായിരിക്കും, എന്നാലും അതിന് ചെയ്ത് കഴിഞ്ഞാലുണ്ടാകുന്ന ആ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത ഐഡിയ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂടിൻ്റെ ഭാഗമായിട്ടോ വേണ്ടത്. അപ്പോൾ 2 ബോട്ടിൽ വേണം. 2ൻ്റെ ആ മൂടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗം നമ്മൾ കളയേണ്ട കേട്ടോ. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് 2ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന ആ ഒരു പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇത് 2ഉം കൂടി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് ആ മൂടിൻ്റെ താഴെ ഒരു വള്ളി പോലെ ഉണ്ടാവില്ലേ, അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണ്ടേ. 2ഉം വേണം കേട്ടോ. അപ്പോൾ 2ഉം കട്ട് ചെയ്തെടുക്കണ്ടേ. ഇനി ഇത് കൂട്ടി ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ, പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ അത് കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വള്ളി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പിടിക്കാനായിട്ട് അതാ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ സേഫ്റ്റി പിന്നില്ലേ, അത് വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഓർഗനൈസറാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്നൊക്കെ സേഫ്റ്റി പിന്നെ എപ്പോഴും കളഞ്ഞു പോകാറാട്ടോ, എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ മറന്നു പോകും. അപ്പോൾ ഇങ്ങനൊരു ബോക്സ്, ഇങ്ങനൊരു എന്താ പറയുക ഓർഗനൈസർ ഉണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ അടിപൊളിയാണ്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. കാണാനും നല്ല ഭംഗിയല്ലേ. പിന്നെ അത് ഓർഗനൈസറായിട്ട് മാത്രമല്ല നമുക്ക് ഷോ പീസായിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായല്ലോ എല്ലാ ഐഡിയാസും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്, ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത്, അതൊക്കെ ഒന്ന് പറയാം. പിന്നെന്താ, ഇതൊക്കെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളല്ലേ. അപ്പം ഗ്ലൂ ഗണ്ണും സ്പ്രേ പെയിൻറ്റും ഇല്ലാത്തവർ അത് വാങ്ങി വെക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ഇതേപോലെയുള്ള വെറൈറ്റി ഐഡിയാസായിട്ട് ഇനി വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.